മിശിഹായാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്ന് നമ്മൾക്ക് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതലുള്ള ഏതാനും ചില തിരുവചന ഭാഗങ്ങൾ ഒന്ന് ശ്രദ്ധയോടെ നമ്മൾ മനസ്സിലാക്കാൻ ഒരുങ്ങുകയാണ്. അതിപ്രകാരമാണ്: അന്ന് സായാഹ്നമായപ്പോൾ യേശു അവരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. അവർ ജനക്കൂട്ടത്തെ വിട്ട് അവനിരുന്ന വഞ്ചിയിൽ തന്നെ അവനെ അക്കരയ്ക്ക് കൊണ്ടുപോയി. വേറെ വള്ളങ്ങളും കൂടെയുണ്ടായിരുന്നു. അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി. തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ച് കയറി. വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു. യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരോ, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ അത് ഗൗനിക്കുന്നില്ലേ? അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാവുക. കാറ്റ് ശമിച്ചു, പ്രശാന്തതയുണ്ടായി. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഭയപ്പെടുന്നത് എന്ത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അവൻ അത്യധികം ഭയന്ന് പരസ്പരം പറഞ്ഞു, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. പ്രിയപ്പെട്ടവരെ, കുറച്ച് നാൾ മുൻപ് ജെറുസലേം ധ്യാനകേന്ദ്രത്തിലെ ആ കുരിശിൻ്റെ സന്നിധിയിൽ ഏകദേശം 6:30-7 മണിയോടുകൂടി ഒരു മനുഷ്യൻ ഇരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അതിനുശേഷം 2 മണിക്കൂറോളം കഴിഞ്ഞപ്പോഴും ആ വഴിക്ക് നടക്കാൻ ചെന്നപ്പോൾ അയാൾ അവിടെ തന്നെ കണ്ണടച്ച് ശാന്തമായിട്ടിരിക്കുന്നു. അത്രയും നേരമായതുകൊണ്ട് ഞാൻ ആ മനുഷ്യനോട് ചോദിച്ചു, എന്തേ ചേട്ടാ, കുറേ നേരമായല്ലോ ഇവിടെ ഇരിക്കുന്നു? അദ്ദേഹം പറഞ്ഞു, അച്ഛാ, ഇവിടെ ഇരിക്കുമ്പം മനസ്സിന് വല്ലാത്ത ശാന്തത കിട്ടുന്നു, സ്വസ്ഥത കിട്ടുന്നു. അതുകൊണ്ടാണ് സമയം കിട്ടുമ്പം ഞാനിവിടെ വന്ന് കുറേ നേരം ഇങ്ങനെ കണ്ണടച്ചിരിക്കും. എന്തെന്നില്ലാത്ത കുളിർമയും ശാന്തതയും എനിക്ക് കിട്ടുകയും ചെയ്യുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ വലിയ ഒരു സവിശേഷതയാണ് അശാന്തതയോടെയുള്ള ജീവിതം. എന്നും എപ്പോഴും എവിടെയും തിക്കും തിരക്കും, ശാന്തിയും സ്വസ്ഥതയും നഷ്ടപ്പെടുന്ന ഒരു അന്തരീക്ഷം. അവിടെയാണ് ഈ തിരുവചന സന്ദേശത്തിനുള്ള അതീവ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇവിടെ ഇതാ ശിഷ്യന്മാരും വഞ്ചിയിൽ കയറി കടലിലൂടെ യാത്ര ചെയ്ത ശിഷ്യന്മാരും ഭയവിഹ്വലരായി അസ്വസ്ഥപ്പെട്ട് പേടിച്ചരണ്ട് ഈശോയോട് പറഞ്ഞു, ഇതാ ഗുരോ, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ ഇത് ഗൗനിക്കുന്നില്ലേ എന്ന്. പ്രിയപ്പെട്ടവരെ, ഇന്ന് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ശാന്തത നഷ്ടപ്പെടുന്നത്? എന്തുകൊണ്ടാണ് സ്വസ്ഥത ഇല്ലാതായിത്തീരുന്നത്? തൊടുന്നതിനും സദാസമയവും അസ്വസ്ഥമായ ജീവിതം നയിക്കുന്നത്? വിശുദ്ധ ഗ്രന്ഥത്തിൽ, പ്രത്യേകിച്ച് സുവിശേഷത്തിൽ, നമുക്ക് ഇതിനുള്ള ഉത്തരങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കും. പരിശുദ്ധ മാതാവ് ജീവിതത്തിൻ്റെ ചില പ്രത്യേക സമയത്ത് അസ്വസ്ഥയായിരുന്നു. ദൈവദൂതൻ ചെന്ന് ചോദിച്ചു, നീ പരിശുദ്ധാത്മാവിനെ ഗർഭിണിയായി ഒരു കുഞ്ഞിനെ പ്രസവിക്കും എന്നൊക്കെ പറയുന്ന ആ മംഗളവാർത്താ സമയത്ത് മാതാവ് കുറച്ച് സമയത്തേന് ആകെപ്പാടെ അസ്വസ്ഥയായിരുന്നു. അതുകൊണ്ടാണ് മാതാവ് ആ മാലാഖയോട് ചോദിച്ചത്, ഇത് എങ്ങനെ സംഭവിക്കുമെന്ന്. മറിയത്തിന് ഉത്തരം ലഭിച്ചു. ഉടനെ തന്നെ മറിയത്തിൻ്റെ മനസ്സ് ശാന്തമായി തീർന്നു. പരിശുദ്ധാത്മാവ് നിന്നിൽ വരുമെന്നും ആത്മാവ് വഴിയായിട്ടാണ് ഗർഭിണിയാകുന്നതെന്നും കുഞ്ഞിനെ പ്രസവിക്കുന്നതെന്നും ഉള്ള സന്ദേശം കിട്ടിയതോടെ പരിശുദ്ധ മാതാവിൻ്റെ മനസ്സ് ശാന്തതയിലേക്ക് കടന്നു വന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണം, എങ്ങനെയാണ് ഒരു മനുഷ്യന് ശാന്തിയും സമാധാനവും കൈവരിക്കാൻ സാധിക്കുന്നതെന്ന്. എങ്ങനെയാണ് അത് സാധ്യമാകുന്നത്? ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാനും കർത്താവ് എന്നിൽ പ്രവർത്തിക്കുമെന്നും മനസ്സിലാക്കാനും അതനുസരിച്ച് മുന്നോട്ട് നീങ്ങിയാൽ മതിയെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ശാന്തമാകും, നമ്മുടെ ജീവിതവും ശാന്തതയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അതുകൊണ്ടാണ് പിന്നീട് മറിയത്തിൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രക്ഷുബ്ധ അന്തരീക്ഷം ഉണ്ടായിട്ടുണ്ട്. ജീവിതത്തിൽ ഉടനീളം വലിയ വലിയ വേദനാജനകമായ സാഹചര്യങ്ങളും അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊന്നും മറിയം അസ്വസ്ഥചിത്തയാകാതിരിക്കുന്നതിനുള്ള കാരണം പരിശുദ്ധ മാതാവ് പൂർണ്ണമായും ദൈവ കൈകളിലേക്ക് തന്നെ വിട്ടുകൊടുത്തു.
വിശ്വസിച്ചു, ആശ്രയിച്ചു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, എൻ്റെ ആയാലും നമ്മുടെ ആരുടെ ജീവിതത്തിലായാലും അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ ഈ അസ്വസ്ഥതകളെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ ശാന്തമായ ഒരു ജീവിത ശൈലി നമുക്ക് വേണമെങ്കിൽ പരിശുദ്ധ മാതാവ് ഒന്നാമതായി കാണിച്ചു തരുന്നുണ്ട്. കർത്താവിലേക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക, കർത്താവ് തൻ്റെ കൈകളിൽ നമ്മളെ താങ്ങിക്കൊള്ളും എന്ന് അടിയുറച്ച് വിശ്വസിക്കുക. നമുക്കറിയാം, വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ ജീവിതത്തിലും ഇതുപോലെ അസ്വസ്ഥതയുണ്ടായി. താൻ വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീ ഗർഭിണിയാണെന്നറിഞ്ഞപ്പം എന്തെന്നില്ലാത്ത അസ്വസ്ഥതയാണ് ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായത്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിലെ ആദ്യ അധ്യായങ്ങളിൽ, പ്രത്യേകിച്ച് 1-2 അധ്യായത്തിൽ നമുക്ക് കാണാം, യൗസേപ്പ് പിതാവ് രാത്രിയിൽ ഉറങ്ങാൻ പറ്റാതെ അസ്വസ്ഥനായിട്ട് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന ഒരു മനുഷ്യനെ. അയാൾക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. കാരണം വലിയ പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ വിവാഹം കഴിക്കാൻ ഒരുങ്ങുമ്പോൾ ആ സ്ത്രീ ഗർഭിണിയാണെന്ന് അറിഞ്ഞതോടെ എല്ലാ സമാധാനവും പോയി, എല്ലാ സ്വസ്ഥതയും പോയി, ശാന്തിയും ആ മനുഷ്യന്റെ മനസ്സിൽ നിന്നും പറന്നുപോയി. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവിടെയും ദൈവത്തിന്റെ ദൈവദൂതൻ ചെന്ന് മുന്നറിയിപ്പ് കൊടുത്തു, യൗസേപ്പേ, നിന്റെ ആ സ്ത്രീയെ സ്വീകരിക്കാൻ നീ പേടിക്കണ്ട, ഭയപ്പെടേണ്ട എന്ന്. ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് യൗസേപ്പ് പിതാവ് തൻ്റെ മനസ്സിനെ വെച്ചുകൊടുത്തപ്പം യൗസേപ്പിന്റെ ജീവിതവും ശാന്തിയും സമാധാനവും ഉള്ളതായി. ഈ യൗസേപ്പിന്റെ ജീവിതത്തിൽ നമ്മൾ ഒന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാം, അതിനുശേഷം ഒത്തിരിയേറെ പ്രതിസന്ധികൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്കും തിരമാലകൾ കടന്നു വന്നിട്ടുണ്ട്. അവിടെയൊന്നും യൗസേപ്പ് പിതാവ് പതറിയില്ല, അദ്ദേഹത്തിന്റെ മനസ്സ് ചിതറിയില്ല, അദ്ദേഹത്തിന്റെ ഉള്ളം പെടഞ്ഞില്ല. കാരണം മാതാവിനെ പോലെ തന്നെ യൗസേപ്പ് പിതാവും കർത്താവിന്റെ കൈകളിലേക്ക് പൂർണ്ണമായും വിട്ടുകൊടുത്തിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു, ഉറച്ച അറിവുണ്ടായിരുന്നു, ഇനി ദൈവം തങ്ങളെ കാത്തുകൊള്ളുമെന്ന്. ദൈവത്തിന്റെ കൈകളിൽ നമ്മൾ സുരക്ഷിതരാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, അപ്പൊ യൗസേപ്പ് പിതാവും നമുക്ക് കാണിച്ചു തരുന്നത് മനസ്സിനും ഹൃദയത്തിലും ജീവിതത്തിലും ശാന്തിയും സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകണമെങ്കിൽ ദൈവകാര്യങ്ങളിലേക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. വീണ്ടും നമുക്ക് കാണാം, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലെ 1 മുതലുള്ള തിരുവചനങ്ങളിൽ നമുക്ക് കാണാം. അവിടെയും വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ കർത്താവിന്റെ കാൽക്കൽ വന്നിരുന്നു കരയുന്നുണ്ട്. ചുറ്റും നിൽക്കുന്ന ആളുകൾ എല്ലാവരും ഇവളെ കല്ലെറിയാൻ തുടങ്ങിയ അവരുടെ മനസ്സിൽ മുഴുവൻ, എല്ലാ മനസ്സുകളിലും തിരമാല ഇങ്ങനെ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ സ്ത്രീയുടെ മനസ്സ് മാത്രം ശാന്തമായിരുന്നു. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ആ സ്ത്രീയുടെ മനസ്സ് മാത്രം തീർത്തും ശാന്തമായി, സ്വസ്ഥമായി, നിശ്ചലമായതുപോലെയായി. എന്താ കാരണം? കർത്താവിന്റെ കാൽക്കലേക്ക് സ്വയം വിട്ടുകൊടുത്ത നിമിഷം തൊട്ട് ശാന്തിയും സമാധാനവും ആ സ്ത്രീ അനുഭവിക്കാനായിട്ട് തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അപ്പൊ നമ്മളൊരു കാര്യം തിരിച്ചറിയണം, ഈശോയുടെ പാദത്തിങ്കലാണ് സകല സുരക്ഷിതത്വവും എനിക്കും നമുക്കും ഉള്ളത് എന്നുള്ള വലിയ തിരിച്ചറിവിലേക്ക് നമ്മൾ വരണം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ശാന്തി സമാധാനം നഷ്ടമാകുന്നത് എനിക്ക് സ്വയം രക്ഷിക്കാൻ പറ്റും, ഞാൻ എന്നെ തന്നെ രക്ഷിക്കും, മറ്റാരും എനിക്ക് സഹായം ആവശ്യമില്ല, കർത്താവിന്റെ സാന്നിധ്യം വേണ്ട എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിക്കുമ്പം സ്വാഭാവികമായിട്ടും അസ്വസ്ഥതകൾ ഒന്നിനുമീതെ ഒന്നായിട്ട്, അതിനുമീതെ മറ്റൊന്നായിട്ട് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരിക തന്നെ ചെയ്യും. സക്കേവൂസിനെ ഒന്ന് ശ്രദ്ധിക്കുക. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ 1 മുതലുള്ള തിരുവചനത്തിൽ 1 മുതൽ 9 വരെയുള്ള വചനത്തിൽ സക്കേവൂസിനെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ഈ മനുഷ്യൻ ധാരാളം സമ്പത്തുണ്ട്, സുഖസൗകര്യങ്ങളുണ്ട്, എല്ലാവരെയും തലപ്പത്താണ് ഇരിക്കുന്നത്, ധാരാളം അധീനരുണ്ട്, ഇങ്ങനെ നേതാവായി വാഴുകയാണ് സക്കേവൂസ്. പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിൽ ശാന്തിയില്ല, സമാധാനമില്ല, സ്വസ്ഥതയില്ല. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യൻ ആഗ്രഹിച്ചു, എനിക്ക് ശാന്തതയിൽ ജീവിക്കണം, സ്വസ്ഥതയിൽ ജീവിക്കണം. അതിന് കർത്താവിനെ ഒന്ന് കാണാൻ തന്നെ അയാൾ തീരുമാനിച്ചു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ അനേകം വർഷങ്ങൾ കൊണ്ട് ഈ മനുഷ്യൻ സ്വരൂപിച്ചു കൂട്ടിയ സമ്പത്തിനോ സുഖസൗകര്യങ്ങൾക്കോ സ്വാധീനങ്ങൾക്കോ അധികാരങ്ങൾക്കോ കൂട്ടത്തിലുള്ളവർക്കോ കൊടുക്കാൻ കഴിയാത്ത ശാന്തിയും സമാധാനവും ഈശോയുടെ ഒരൊറ്റ സാന്നിധ്യം കൊണ്ട്,
ഒരു നിമിഷത്തെ സാന്നിധ്യം കൊണ്ട് ആ മനുഷ്യന് ലഭിച്ചു എന്നുള്ളത് വലിയൊരു സത്യം വിശുദ്ധ സുവിശേഷം നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സാന്നിധ്യമാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലുള്ള ജീവിതമാണ് നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ ശാന്തിയും സമാധാനവും പകരുന്നത്. ഭൗതിക വസ്തുക്കളല്ല, സമ്പത്തല്ല, പണമോ സുഖസൗകര്യങ്ങളോ ഒന്നുമല്ല എന്നുള്ള വലിയൊരു സത്യം വിശുദ്ധ സുവിശേഷം നമ്മുടെ മുന്നിൽ തുറന്നു വെക്കുകയാണ് സക്കേവൂസിന്റെ ജീവിതത്തിലൂടെ. അയാൾക്ക് കിട്ടാത്ത ശാന്തിയും സമാധാനവും, ഒരു വസ്തുക്കളും വ്യക്തിയും കൊടുക്കാൻ സാധിക്കാതിരുന്ന ശാന്തിയും സമാധാനവും കർത്താവിനെ കണ്ടുമുട്ടിയ നിമിഷത്തിൽ തന്നെ ആ മനുഷ്യന് ലഭിച്ചു. അതുകൊണ്ടാണ് സക്കേവൂസ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞത്, കർത്താവേ, എൻ്റെ സ്വത്തിന്റെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. ഈശോ പറഞ്ഞു, ഇന്ന് ഈ കുടുംബം രക്ഷ പ്രാപിച്ചിരിക്കുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, ശാന്തിയും സമാധാനവും നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്കും ആഗ്രഹമുണ്ട്, നമുക്കും ആഗ്രഹമുണ്ട് ശാന്തമായി ജീവിക്കണം, സ്വസ്ഥമായി ജീവിക്കണം എന്നുള്ളത്. പക്ഷേ അതിനുവേണ്ടി തേടുന്ന മാർഗങ്ങളിലാണ് പലപ്പോഴും ഭ്രംശം സംഭവിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ സ്വരൂപിക്കുന്ന വസ്തുക്കളാണ് ശാന്തത കിട്ടും, സ്വസ്ഥത കിട്ടും ഭൗതിക വസ്തുക്കളിലൂടെ എന്നുള്ള ഒരു മിഥ്യാധാരണയാണ് പലപ്പോഴും നമ്മളെയൊക്കെ അശാന്തിയിലേക്കും അസ്വസ്ഥതയിലേക്കും നയിക്കുന്നത്. വീണ്ടും നമുക്ക് കാണാം പത്രോസ്ലീഹായെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, യേശു 16-ാം അധ്യായത്തിൽ യേശു വെള്ളത്തിന് മീതെ നടക്കുമ്പം പത്രോസ് ഈശോയോട് പറഞ്ഞു, കർത്താവെ, അത് നീയാണെങ്കിൽ നിന്റെ അടുത്തോട്ട് വരാൻ അനുവദിക്കുമെന്ന്. ഈശോ വാ എന്ന് പറഞ്ഞു. പത്രോസ് വള്ളത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് എടുത്തു ചാടി തിരമാലയും ഒഴുക്കും കണ്ടപ്പം അയാൾ പകച്ചു, അയാൾ മുങ്ങി താഴാൻ തുടങ്ങി. ആ മനുഷ്യൻ പ്രാണഭയത്തോടെ കാറി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, കർത്താവെ, രക്ഷിക്കണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, പത്രോസിന്റെ ജീവിതത്തിൽ അന്നോളം അനുഭവിച്ചിട്ടില്ലാത്ത പേടിയും ഉത്കണ്ഠയും പ്രാണഭയവും അദ്ദേഹം ആ വെള്ളത്തിൽ കിടന്ന് അനുഭവിച്ചു. അയാൾ അതുകൊണ്ട് അലറി കാറി കരഞ്ഞു പറഞ്ഞു, കർത്താവെ, രക്ഷിക്കണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, എന്നാ നമുക്ക് ഇങ്ങനെയൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നത്? ഞാൻ ചിലപ്പോഴൊക്കെ ഓർക്കാറുണ്ട്, ഈ പത്രോസ് പ്രാർത്ഥിച്ച പോലെ പരിസരം മറന്ന് സർവ ആശ്രയവും ഈശോയിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് എന്നാണ് ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുന്നതെന്ന്. അങ്ങനെ നമുക്കൊക്കെ ഈ പത്രോസിനെ പോലെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ശാന്തിയും സമാധാനവും കർത്താവിൽ നിന്ന് കിട്ടും. അതുകൊണ്ടാണ് കൈ നീട്ടിക്കൊണ്ട് കർത്താവ് പറഞ്ഞു, പത്രോസെ, കയറുക എന്ന്. ഈശോ പത്രോസിന്റെ കയ്യിൽ പിടിച്ച് പത്രോസിനെ രക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, നമ്മുടെ അല്പവിശ്വാസങ്ങളല്ലേ, പത്രോസിനുണ്ടായിരുന്ന പോലെയുള്ള അല്പവിശ്വാസങ്ങളല്ലേ നമ്മളെയും പലപ്പോഴും അശാന്തതയിലേക്ക്, അസ്വസ്ഥതയിലേക്ക് നയിക്കുന്നത്. ശാന്തി വേണമെങ്കിൽ സ്വസ്ഥതയിൽ ജീവിക്കാൻ ദൈവത്തിന്റെ, കർത്താവിന്റെ സാന്നിധ്യം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. വീണ്ടും നമുക്ക് കാണാം സാവൂൾ അസ്വസ്ഥനായിരുന്നു. ഈശോയുടെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും, ക്രിസ്ത്യാനികൾ എന്ന് നാമം കേൾക്കുന്നവരെ ഒക്കെ നശിപ്പിക്കാൻ, ഉന്മൂലനം ചെയ്യാനായിട്ട് ഓടിപ്പാഞ്ഞ് നടന്ന വ്യക്തിയാണ് സാവൂള്. ഒരു ശാന്തിയില്ലായിരുന്നു, സ്വസ്ഥതയില്ലായിരുന്നു. പക്ഷേ ആ മനുഷ്യൻ കർത്താവിൻ്റെ കൈകളിലേക്ക് തന്നെ വിട്ടുകൊടുത്തപ്പോൾ, സ്വയം അങ്ങ് സമർപ്പിച്ചതോടെ ആ മനുഷ്യന് സമാധാനമായി, ശാന്തിയായി. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ, ആ സമാധാനത്തിൻ്റെയും ശാന്തതയുടെയും നിറവിൽ സാവൂൾ എന്ന പൗലോസ് വിളിച്ചു പറഞ്ഞു, ആർക്കാണ് കർത്താവിൽ നിന്നുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ സാധിക്കുന്നത്? ഈ ലോകത്തിലെ അധികാരത്തിനോ, അധികാരികൾക്കോ, സമ്പത്തിനോ, ഭക്ഷണത്തിനോ, പട്ടിണിക്കോ, രോഗത്തിനോ ആർക്കാണ് കർത്താവിൽ നിന്നുള്ള സ്നേഹത്തിൽ നിന്നും എന്നെ പിന്തിരിപ്പിക്കാൻ സാധിക്കുന്നത്? ഇങ്ങനെ അദ്ദേഹത്തിന് പറയാൻ സാധിച്ച് പ്രിയപ്പെട്ടവരെ, വലിയ നല്ല രുചികരമായ ഭക്ഷണം കഴിച്ചപ്പോഴല്ല, അദ്ദേഹം പഠിച്ച് വലിയ അറിവ് നേടിയപ്പോഴല്ല, അധികാര സ്ഥാനത്തിരുന്നപ്പോഴല്ല. ആ മനുഷ്യൻ ഇത് വിളിച്ചു പറഞ്ഞത് ഒന്നൊഴിയാതെ 40 അടികൾ 3 പ്രാവശ്യം ശരീരത്തിൽ ഏറ്റു സ്വീകരിച്ചപ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഓർക്കണം, നമ്മുടെ പഠനങ്ങൾക്ക്, നമ്മുടെ അറിവിന്, നമ്മുടെ സമ്പത്തിന്, നമ്മുടെ സ്വാധീനത്തിന്,
നമ്മുടെ അധികാരത്തിന് ഇതിനൊന്നും നമുക്ക് ജീവിതത്തിൽ ശാന്തി തരാനായിട്ട് സാധിക്കില്ല. ശാന്തിയും സമാധാനവും കിട്ടുന്നത് അത് കർത്താവിൽ നിന്നാണ്, കർത്താവിൻ്റെ പാദത്തെങ്കിൽ നിന്നാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹായും ഇങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞത്. ആർക്കാണ് കർത്താവിൽ നിന്നുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ സാധിക്കുമെന്ന്. അപ്പോൾ ഈശോയിൽ സമാധാനം കണ്ടെത്തുന്നവർ, ഈശോയിൽ ശാന്തി ദർശിക്കുന്നവർ ഒരിക്കലും ആ കർത്താവിനെ പിന്നെ വിട്ടുപോവുകയില്ല. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, സമരിയാക്കാരി സ്ത്രീയെ, ഈ സമരിയാക്കാരി സ്ത്രീ തൻ്റെ ജീവിതത്തിൽ എന്നും അസ്വസ്ഥത അനുഭവിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ്. എപ്പോഴും മനസ്സും ശരീരവും അസ്വസ്ഥത. എന്തേ? എത്ര പുരുഷന്മാരെ പ്രാപിച്ചിട്ടും ഈ സ്ത്രീക്ക് ശാന്തി കിട്ടിയില്ല, സമാധാനം കിട്ടിയില്ല. ശരീരത്തിൻ്റെ തൃഷ്ണ ഒട്ട് അടങ്ങിയുമില്ല. ഒന്നിനെ വെച്ചു, അത് മാറി, രണ്ടാമതായി, മൂന്നാമതായി. എത്രമാത്രം പുരുഷന്മാരുടെ അടുത്ത് പോയിട്ടും ശാരീരികമായിട്ട് അവരുമായിട്ട് സന്ധിച്ചിട്ടും സമാധാനം കിട്ടിയില്ല, ശാരീരിക തൃഷ്ണ അടങ്ങിയുമില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ സമരിയാക്കാരി സ്ത്രീക്കും ശാന്തിയും സമാധാനവും കിട്ടുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചപ്പോഴാണ്. കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ, കർത്താവിൻ്റെ അടുക്കൽ അല്പം ഇരുന്നപ്പോൾ, പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ അന്നോളം അനുഭവിച്ചിട്ടില്ലാത്ത ശാന്തതയിലേക്ക്, സ്വസ്ഥതയിലേക്ക് ഈ സ്ത്രീക്ക് കടന്നു വരാനായിട്ട് സാധിച്ചു. ഓർക്കണം, കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് സമരിയാക്കാരി സ്ത്രീയുടെ മനസ്സ് സ്വസ്ഥമായി, ശരീരം ശാന്തമായി. ആ ശാന്തിയും സമാധാനവും അനുഭവിച്ചതോടെ ഭൗതികമായി കിട്ടുമെന്ന് കരുതിയിട്ടുള്ള എല്ലാത്തിനെയും അവൾ വിട്ടുപേക്ഷിക്കാൻ തയ്യാറായി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ പക്കലേക്ക് വരിക എന്നുള്ളതും കർത്താവിൻ്റെ പാദത്തിങ്കൽ ഇരിക്കുക എന്നുള്ളതുമാണ് എനിക്കും നമുക്കോരോരുത്തർക്കും ജീവിതത്തിൽ ശാന്തിയും സമാധാനവും പകരുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഘടകം. എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ, സുവിശേഷത്തിൽ നമുക്കൊരു രാജാവിനെ കാണാം, ഹെരോദസ് രാജാവ്. അദ്ദേഹം എന്നും അസ്വസ്ഥനായിരുന്നു. എന്താ പറ്റിയേ? ഹെരോദസ് രാജാവ് തീരുമാനിച്ചു ഈശോ എന്ന കുഞ്ഞിനെ കൊന്നുകളയാനായിട്ട്. അതുകൊണ്ട് വചനത്തിൽ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത് എങ്ങനെയാണ്? ഹെരോദസ് രാജാവ് അസ്വസ്ഥനായി, അയാളോടൊപ്പം ജെറുസലേം മുഴുവനും എന്ന്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ആരാണോ ഹൃദയത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും കർത്താവിനെ നീക്കിക്കളയാനായിട്ട് പരിശ്രമിക്കുന്നത് അവരൊക്കെ എന്നും അസ്വസ്ഥരായിരിക്കും. ആരാണോ ഹൃദയത്തിലേക്ക്, ജീവിതത്തിലേക്ക് ഈശോയെ സ്വീകരിക്കാനായിട്ട് അതിയായി ആഗ്രഹിക്കുന്നത് അവരെല്ലാവരും എന്നും ശാന്തിയിലും സമാധാനത്തിലും ജീവിക്കുകയും ചെയ്യും. ഹെരോദേസിന് അധികാരമില്ലാഞ്ഞിട്ടല്ല, അദ്ദേഹം മഹാരാജാവാണ്. അദ്ദേഹത്തിന് അനുയായികളില്ലാഞ്ഞിട്ടല്ല, പരിചാരക വൃന്ദമില്ലാഞ്ഞിട്ടല്ല, സ്വാധീനമില്ലാഞ്ഞിട്ടല്ല, സർവ്വ സുഖ സൗകര്യങ്ങളും സമ്പത്തുമുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും അദ്ദേഹത്തിന് സമാധാനവും ശാന്തിയും കിട്ടിയില്ല, എന്നും അസ്വസ്ഥനായി തീർന്നു. ഏക കാരണം, ശാന്തി തരുന്ന കർത്താവിനെ, സ്വസ്ഥത തരുന്ന കർത്താവിനെ മാത്രം അയാൾ വിട്ടുപേക്ഷിച്ചു കൊല്ലാനായിട്ട് ഒരുങ്ങി. അപ്പൊ പ്രിയപ്പെട്ടവരെ, മറ്റെന്തൊക്കെ നമ്മൾ വേണ്ടെന്ന് വെച്ചാലും ജീവിതത്തിൽ ഇല്ലാതെ വന്നാലും ഈശോ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ശാന്തിയും സമാധാനവും കിട്ടും. അതുകൊണ്ടല്ലേ നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുള്ള ഒരു പ്രാർത്ഥന, ഒരു ചെറിയ സുഹൃദീപം, ഹൃദയ ശാന്തതയും എളിമയുമുള്ള ഈശോയെ എൻ്റെ ഹൃദയം അങ്ങേ ഹൃദയം പോലെ ആക്കി തീർക്കണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ കുടുംബത്തിൽ ശാന്തി വേണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും വേണമെങ്കിൽ കർത്താവിൻ്റെ പാദത്തെങ്കിലായിരിക്കുക. ഈശോയുടെ അടുത്ത് വന്ന എല്ലാവരും തന്നെ ശാന്തിയിലും സമാധാനത്തിലും ജീവിച്ചു. നമുക്കും കരങ്ങൾ കൂപ്പാം, കണ്ണുകളടയ്ക്കാം. നല്ല തമ്പുരാനെ, അസ്വസ്ഥമായ മനസ്സോടും അസ്വസ്ഥമായ ഹൃദയത്തോടും കൂടെ ജീവിക്കുന്നതിന് പകരം അങ്ങ് തരുന്ന ശാന്തിയിലും അങ്ങ് തരുന്ന സമാധാനത്തിലും സ്വസ്ഥതയിലും ജീവിക്കുവാനായി ഞങ്ങളെ പഠിപ്പിക്കണമേ. ദൈവമേ, ഭൗതിക വസ്തുക്കളോ സുഖ സൗകര്യങ്ങളോ വ്യക്തികളോ അല്ല ഞങ്ങൾക്ക് ശാന്തി തരുന്നത്. അങ്ങയിൽ നിന്നാണ് ഈ ശാന്തിയും സമാധാനം ലഭിക്കുന്നതെന്നുള്ള തിരിച്ചറിവിൽ ഞങ്ങളെ അനുദിനം വളർത്തുകയും ഉയർത്തുകയും വഴി നടത്തുകയും ചെയ്യണമേ. ഈശോയുടെ ശാന്തിയും സമാധാനവും എല്ലാവരിലും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ലാലി.
ഞങ്ങളുടെ സ്ഥലം നെയ്യൂര്. വിവാഹത്തിന് ശേഷം കുട്ടികളുണ്ടാകാൻ ബുദ്ധിമുട്ടായിരുന്നു. യൂട്രസിലെ ട്യൂബിന് കംപ്ലൈന്റ് ആയിരുന്നു. ഒരു ട്യൂബ് കട്ട് ചെയ്തു. ഒരു ട്യൂബ് ഉണ്ടായുള്ള കുട്ടികളുണ്ടാകാൻ ബുദ്ധിമുട്ടാണെന്ന് ഡോക്ടർ പറഞ്ഞു. ആ മാസം തന്നെ പ്രഗ്നന്റ് ആയി. പക്ഷെ അബോർഷനായി പോയി. അതിനുശേഷം വീണ്ടും ഒരു കുട്ടി ഉണ്ടായി. പ്രസവത്തോടു കൂടി മരിച്ചുപോയി. അതിനുശേഷം 2 ആൺകുട്ടികൾ ദൈവം തന്ന് അനുഗ്രഹിച്ചു. സാക്ഷ്യം പറയാൻ വരുന്ന കാരണം മൂത്ത കുട്ടിക്ക് 1.5 വയസ്സായി. ഇപ്പോൾ സുഖമില്ലാതായി. 3 വർഷത്തോളം ചികിത്സയിലായിരുന്നു. ഇപ്പോൾ സുഖമായി ഇടത്തേക്ക് പോകുന്നു. ഏകദേശം 3 വർഷത്തിന് ശേഷം 30 വയസ്സായി. 4 വയസ്സ്. 3 വർഷം എന്തായിരുന്നു? സുഖമില്ലാതെ കിടക്കുകയായിരുന്നു. അവനെ ഇന്ന് എടുത്ത് അവന് സന്തോഷം തോന്നിയിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്പന്ദനമാണ് ആ കുഞ്ഞിനെ തൊട്ട് സൗഖ്യം നൽകിയത്. കൈവടിച്ച കഥാപാത്രം പറയാൻ എൻ്റെ പേര് പൗലോസ്, സ്ഥലം പുറനാട്ടുകര. എൻ്റെ മകന് വിഷയുടെ തടസ്സമായതിൻ്റെ സാക്ഷ്യം പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. എൻ്റെ മകന് ഏപ്രിൽ 14-ാം തീയതി ബോംബെയിൽ എക്സ്റേ വെള്ളിങ്ങിന് ഒരു ഗൾഫിൽ പോകാനുള്ള ടെസ്റ്റ് ഉണ്ടായിരുന്നു. ആ ടെസ്റ്റ് വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്നിരുന്നാലും ഞാൻ ഇവിടെ വന്ന് എല്ലാ വെള്ളിയാഴ്ചയും വന്ന് പ്രാർത്ഥിക്കാം എന്നുള്ള നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഇതുവരെ പറഞ്ഞിട്ടില്ല. എല്ലാ ആഴ്ചയും വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ജൂൺ 23-ാം തീയതി മകൻ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെന്ന് ജോലിയിൽ പ്രവേശിച്ചു. ദൈവത്തിന് നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എല്ലാ ദിവസവും വചനം ശ്രമിക്കുകയും ദിവ്യബലി സംബന്ധിക്കുന്ന ഒരു അമ്മയുടെ ഒരു വലിയ സാക്ഷ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. എല്ലാ വെള്ളിയാഴ്ചകളിലും ടീച്ചറോടെ കടന്നു വന്ന് ദൈവത്തിന്റെ വചനം ശ്രദ്ധിച്ചതിന്റെ ഫലമായി മകൻ ജോലി വിദേശ യാത്ര തടസ്സം മാറി ഒപ്പം ജോലി കിട്ടിയ സാക്ഷ്യമാണ് കേട്ടത്. കൈയടിച്ച് കഥാപാത്രം